നമ്മളിൽ പലരുടെയും ഓർമ്മകളിൽ ചില അവശേഷിപ്പുകൾ കിടപ്പുണ്ട്. അത് പലതും നമുക്ക് നീറ്റലും നോവും ഒക്കെയാണ് തരുന്നത്. അതായത് വേദനകളാണ് തരുന്നത്. എന്തുകൊണ്ടെന്നാൽ അതീവ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും പ്രവർത്തിച്ച അനേക മണ്ഡലങ്ങൾ നിർജീവമായി പോയി, അല്ലെങ്കിൽ ഇനി ഒരിക്കലും വെളിച്ചം കാണാതെ വണ്ണം അത് ഇരുളിലേക്ക് മാറ്റപ്പെട്ടു പോയി. ഇനി അതിന് ഒരു സാധ്യതയുമില്ല എന്നാണ് ചിലപ്പോഴൊക്കെയെങ്കിലും നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നതും അത് മുഖാന്തരം നമ്മുടെ ശരീരം തളർന്നു പോകുന്നതും. വിശ്വാസത്തോടെ ചുവടിൽ വയ്ക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങളൊന്നും അസാധ്യമല്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 43-ാം വാക്യം ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവൻ്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ജനത്തിലെ ഏറ്റവും ആധികാരികമായ അത്ഭുത പ്രവർത്തികളുടെ പരമ്പരയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അത്ഭുത സംഭവമാണ് മരിച്ച് 4 ദിവസം കല്ലറയ്ക്കുള്ളിലായിരുന്ന ലാസറിനെ ഉയർപ്പിച്ച സംഭവം. ഉറപ്പ് തരുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് ഉറപ്പ് തന്ന കർത്താവ് തീർച്ചയായിട്ടും വാക്കുപാലിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുമ്പോൾ അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2 വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഈ കല്ലറയുടെ അരികിൽ വന്ന് ലാസറിൻ്റെ സഹോദരങ്ങളായ മാർത്തയും മറിയയുമെങ്കിലും എത്രയോ പ്രാവശ്യം കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടാവും. ലാസറിൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സഹോദര എന്ന് പറഞ്ഞിട്ടോ, ഞങ്ങൾക്ക് നിന്നെ ഒന്നുകൂടെ ഒന്ന് കാണണം, ഒന്ന് പുറത്തു വരുമോ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും പലരും ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ശബ്ദങ്ങൾക്കല്ല ജീവൻ മടക്കി കൊടുക്കാൻ കഴിയുന്നത് സാക്ഷാൽ ജീവന്റെ ഉടമസ്ഥൻ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉറപ്പ് തന്ന കർത്താവിൻ്റെ ശബ്ദത്തിൽ ഏത് മരണവും ഏതോടെ അവസാനിക്കും. അവിടെ ഒരു ഉയർപ്പുണ്ടാകും, പുതിയ ജീവിതമുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് ഒരാവേ എല്ലാ പ്രിയ മക്കൾക്കായിട്ടും സ്തോത്രം. ഞങ്ങൾ അങ്ങിൽ ആഴമായി വിശ്വസിക്കുന്നു. അങ്ങ് ഇന്നും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗാഡ് ബ്ലെസ് യു.